ഇത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം തൈക്കടപ്പുറത്തെ ശ്രീലത രമേശ് ബാബു. പാഴാക്കിക്കളയുന്ന സമയത്തെ വരുമാനമാർഗമാക്കി ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തിയ വീട്ടമ്മ. കാസർഗോഡ് മേൽപ്പറമ്പിൽ നിന്നും വിവാഹിതയായി നീലേശ്വരത്തെ ഭർത്തൃവീട്ടിലെത്തിയ ശ്രീലത വെറുതെ കളയുന്ന സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാലോചിക്കുമ്പോഴാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് രമേശ് ബാബു കോഴി ഫാം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് ശ്രീലത മുട്ടക്കോഴി വളർത്തൽ ആരംഭിച്ചത്. ആദ്യം 100 കോഴികളെ കൊണ്ടുവന്നു. അതിൽ 87ഓളം കോഴികൾ മുട്ടയിട്ടു. അതൊരു സ്വയം തൊഴിലിന്റെ പുതിയ തൊഴിൽ സംരംഭത്തിന്റെ തുടക്കമായിരുന്നു. 100 കോഴി എന്നത് 200 അത് വർദ്ധിച്ച് 500 വരെ എത്തിയപ്പോൾ ഈയൊരു തൊഴിൽ സംരംഭത്തെ വിജയമാക്കി മാറ്റാമെന്ന് കുടുംബക്കാരും സുഹൃത്തുക്കളും ശ്രീലതയ്ക്ക് ധൈര്യം നൽകി. മുട്ടക്കോഴി വളർത്തലിനേക്കാൾ വിജയകരം കാട വളർത്തലാണെന്ന് തോന്നിയപ്പോൾ ശ്രീലത കാട വളർത്തൽ പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. ആ പരീക്ഷണത്തിന് ആദ്യം കണ്ണൂരിൽ നിന്ന് 500 കാടക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവ് രമേശ് ബാബുവാണ് എന്നോട് ഈ കാടകൃഷിയെ പറ്റി പറഞ്ഞു തന്നത്. കണ്ണൂർ ശ്രീജേച്ചിയുടെ അടുത്ത് പോയി കാടക്കോഴീനെ കൊണ്ടുവന്നു. 100 കാടക്കോഴീനാണ് ആദ്യം കൊണ്ടുവന്നിരുന്നത്. പിന്നീട് അത് വളരെയധികം വിജയകരമായി മുന്നോട്ട് പോയതായിരുന്നു. പിന്നീട് ഈ കാടക്കോഴീനെ കുറിച്ചിട്ട് ഇവിടെ ഈ നാട്ടിൽ ആദ്യമായിട്ട് ദിവാകരേട്ടൻ കടിഞ്ഞുമൂലയാണ് കാടക്കോഴീനെ ആദ്യമായിട്ട് വളർത്തിയത്. അപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് കാടക്കോഴീനെ പറ്റിയിട്ട് എല്ലാം പഠിച്ചു. അത് കാടക്കോഴി തീറ്റ അധികം തിന്നു കഴിഞ്ഞാൽ മുട്ട ഇടുന്ന സമയമാകുമ്പോൾ അത് മുട്ട മുറുകിയിട്ട് ചത്തുപോകും കാടക്കോഴി. അപ്പോൾ അതിനൊരു വഴി ദിവാരേട്ടനാന്ന് പറഞ്ഞു തന്നത്. അവരുടെ വീട്ടിൽ അസോള കൃഷിയുണ്ട്. അസോള അത് കാടക്കോഴിക്ക് കൊടുക്കാം. അത് കൊടുത്താൽ മുട്ട മുറുകിയിട്ട് ഈ ചത്തുപോകുന്നത് ഇല്ലാതാവും. അത് നല്ല വിജയകരമായിരുന്നു. അത് അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ അസോള കൊണ്ടുവന്നിരുന്നു. ദിവാരേട്ടൻ നല്ലോണം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ അയൽവാസികളെല്ലാം നല്ല പ്രോത്സാഹനമായിരുന്നു. കണ്ണൂരിലുള്ള ഒരു ഫാമിലെ ശ്രീജ എന്ന കാട വളർത്തൽ രംഗത്തെ വിജയിയിൽ നിന്നും കാടയെക്കുറിച്ചും കാട ഫാമിനെക്കുറിച്ചും ശ്രീലത വിശദമായി പഠിച്ചു. കാട വളർത്തൽ എന്ന പരീക്ഷണം വിജയിച്ചു. കാടയുടെ കൂട് വിപുലീകരിച്ചു. 500 കാടക്കോഴികളിൽ നിന്നും 1000 2000 5 വർഷം പിന്നിടുമ്പോൾ ശ്രീലതയുടെ ഫാം 3000ഓളം കാടക്കോഴികളാൽ സമ്പന്നം. ഇപ്പോൾ നിത്യേന 2500ഓളം മുട്ടകൾ കിട്ടും. കാടമുട്ടയുടെ വിൽപ്പനയാണ് ഈ വീട്ടമ്മയുടെ വരുമാനമാർഗം. മുട്ടകൾ കൂടുകളിൽ നിന്നും സംഭരിക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും മക്കൾ സഹായിക്കും. മുട്ടകൾ പാക്കറ്റുകളിലാക്കി ശ്രീലത തന്നെയാണ് മാർക്കറ്റിലെത്തിക്കുന്നത്. പാക്കറ്റുകൾ തയ്യാറായി കഴിഞ്ഞാൽ ശ്രീലത അതുമായി മാർക്കറ്റിലേക്ക് പോകും. നീലേശ്വരം മുതൽ ബേക്കൽ കോട്ട വരെയുള്ള കടകളിലാണ് ശ്രീലത കാടമുട്ടകൾ നൽകുന്നത്. ആദ്യകാലം വിൽപ്പന പ്രയാസകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറി. ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് കാടമുട്ടയ്ക്ക്. അതുകൊണ്ട് വിപണി ഒരു പ്രശ്നമല്ല.
കാടമുട്ട തേടി ആവശ്യക്കാർ ഫാമിലേക്ക് എത്താറുണ്ട്. 2 രൂപയാണ് ഒരു കാടമുട്ടയുടെ വില. മുട്ട വിൽപ്പനയ്ക്ക് പുറമെ കാടക്കോഴികളുടെ വിൽപ്പനയുമുണ്ട്. ഒരു കോഴിക്ക് 40 രൂപയാണ് വില. കല്യാണം പോലുള്ള ആഘോഷ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നീലേശ്വരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ളവർ കാടക്കോഴികളെ വാങ്ങാൻ ഇവിടേക്കെത്താറുണ്ട്. കാടകളിൽ അപൂർവമായി വെള്ളക്കാടകളും ഉണ്ടാകാറുണ്ട്. അലങ്കാര കോഴികളും മറ്റും വളർത്തുന്നവർ ഇവയെ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. മുട്ടക്കോഴികളും കാടകളും മാത്രമല്ല ശ്രീലതയുടെ ഫാമിലുള്ളത്, അലങ്കാര കോഴികളുമുണ്ട്. വെള്ളം ധാരാളമുള്ള സ്ഥലമായതിനാൽ താറാവുകളെയും വളർത്തുന്നുണ്ടിവിടെ. ഫാമിനോട് ചേർന്ന് ഒരു കുളമുണ്ട്. അതിൽ നിറയെ അസോള വളർത്തുന്നു. കാടയ്ക്കും കോഴിക്കും അസോള തീറ്റയിൽ ചേർത്ത് കൊടുക്കും. കോഴിത്തീറ്റയുടെ വിലവർദ്ധനവ് കോഴി ഫാമുകളുടെ വിപുലീകരണത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നു എന്ന് ശ്രീലത പറയുന്നു. ഫാമിലെ ജോലികളെല്ലാം ശ്രീലത തന്നെയാണ് ചെയ്യുന്നത്. വേറെ ജോലിക്കാരൊന്നുമില്ല. ഭർത്താവിന്റെ അമ്മ ചിരതക്കുഞ്ഞിയുടെ സഹായം വേണ്ടുവോളമുണ്ട്. അമ്മയുടെ പ്രോത്സാഹനം തന്നെയാണ് ഇത്തരമൊരു സംരംഭത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് ശ്രീലത പറയുന്നു. രണ്ട് ഇൻക്യുബേറ്ററുകളുണ്ട് ശ്രീലതയുടെ ഫാമിൽ. കാടകളെ സ്വന്തമായി വിരിയിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ലാഭകരമായി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുമുണ്ട്. ഇപ്പോൾ കാടക്കോഴികളെ പുറത്തുനിന്നും വാങ്ങാറില്ല. സ്വന്തമായി നമ്മൾ ഇൻക്യുബേറ്ററിലാണ് വിരിയിക്കുന്നത്. കാടക്കോഴിക്ക് പുറമെ മുട്ടക്കോഴികളെയും ഫാൻസി കോഴികളും താറാവിനെയും വിരിയിക്കാറുണ്ട്. മുട്ടക്കോഴിക്ക് 22 ദിവസമാണ് വേണ്ടത്. 20-21 ദിവസമാകുമ്പോൾ വിരിഞ്ഞിരിക്കും. കാടക്കോഴിക്ക് 16 ദിവസമാകുമ്പോൾ വിരിയും. 18 ദിവസമാകുമ്പോൾ ഫുൾ എല്ലാം വിരിഞ്ഞിരിക്കും. താറാവിന് 22 ദിവസം, കൃത്യമായിട്ട് 22 ദിവസമാണ് ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ ഉള്ള സമയം വേണ്ടത്. പിന്നെ ഈ മുട്ടയിടുന്ന വിരിയിക്കുന്ന കാടകളെ പ്രത്യേകം കൂട്ടിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അത് ആൺകാടയും പെൺകാടയും ഒന്നിച്ചാണ് പ്രത്യേകം കൂടുകളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നീട് മുട്ട കടകളിലെല്ലാം ഞാൻ തനിച്ചാണ് കൊണ്ടുപോയിട്ട് കൊടുക്കാറുള്ളത്. ഇതിന് നമുക്ക് മീഡിയേറ്റർ ഒന്നുമില്ല. ഞാൻ തനിച്ചാണ് മുട്ട കൊണ്ട് പോകുന്നത്. കാസർഗോഡ് ജില്ല ജൈവകൃഷിയുടെ ജില്ലയായി മാറിയിരിക്കുകയാണ്. ജൈവകൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ കർഷകർ ഇപ്പോൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. കർഷകർ കോഴിവളം ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ചാക്കിന് 100 രൂപ തോതിൽ കോഴിവളം വിൽപ്പന നടത്താൻ കഴിയുന്നുണ്ട്. അത് ഒരു അധിക വരുമാനമാണ്. കാടവളം വളരെയധികം നല്ലൊരു ജൈവവളമാണ്. കാടവളം ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യാറുള്ളത്. വാഴകൃഷിയും നരമ്പൻ, വെണ്ടക്ക, വഴുതനങ്ങ, വെള്ളരി, കൈപ്പക്ക എന്നീ പച്ചക്കറികളെല്ലാം ഞാൻ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ടെറസ് പച്ചക്കറി ഇപ്പോഴും ഉണ്ട്. പിന്നെ വാഴക്കാണ് ഏറ്റവും കൂടുതൽ ഈ കോഴിവളം അനുയോജ്യമായത്. ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഏത് സംരംഭവും വിജയിപ്പിക്കാം.
വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് മുട്ടക്കോഴി വളർത്തൽ. കുടുംബത്തിന്റെ സഹകരണം പൂർണ്ണമായി ഉണ്ടായപ്പോൾ കോഴി ഫാം വിജയകരമായി. ദുബായിൽ ജോലിയുള്ള ഭർത്താവുള്ളപ്പോൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് തൊഴിലിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുകയാണ് ശ്രീലത എന്ന വീട്ടമ്മ. കാടക്കോഴികളിൽ നിന്നും മുട്ടക്കോഴികളിൽ നിന്നും കോഴിവളം ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ട് ജൈവ കൃഷിയും മട്ടുപ്പാവിൽ തയ്യാറാക്കിയിട്ടുണ്ടിവിടെ. പച്ചമുളകും മറ്റു പച്ചക്കറി ഇനങ്ങളും മട്ടുപ്പാവിൽ വിളയുന്നു. മട്ടുപ്പാവിലെ ജൈവ പച്ചക്കൃഷി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീലത. കുറെ അധികം ഗ്രോ ബാഗുകൾ കൂടി വാങ്ങി വീട്ടാവശ്യത്തിന് വേണ്ടുന്ന പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ്. കാട വളർത്തൽ ലാഭകരമാകുന്നത് മുട്ട വിൽപ്പനയിലൂടെയാണ്. തീറ്റച്ചെലവും മറ്റു കൂലിച്ചെലവുമെല്ലാം കഴിച്ചാലും ചെറിയൊരു കുടുംബത്തിന് ഭംഗിയായി കഴിയാനുള്ള വരുമാനം കാട വളർത്തലിലൂടെ ഉണ്ടാക്കാം. ആദ്യമൊക്കെ ഞാൻ മുട്ടയും കൊണ്ട് പോകുമ്പോൾ ഗൾഫുകാരന്റെ ഭാര്യയല്ലേ, നിനക്കെന്തിനീ പണി, വേറെന്തെങ്കിലും ജോലി, എനിക്ക് വേറെന്തും പണിയില്ലേ ഈ മുട്ടയും കൊണ്ട് പോകാൻ, കാട വളർത്താനെല്ലാം എന്നെല്ലാം ചോദിച്ചത് കുറേ ആളുണ്ട്, അയൽവാസികൾ തന്നെ കുറേ. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. എൻ്റെ സംതൃപ്തി, എൻ്റെ മനസ്സിൽ സന്തോഷം കൊള്ളുന്ന ഒരു ഇതാണ്. പിന്നെ വിഷമങ്ങളൊന്നും ഇല്ലാതാവും, നല്ല എൻജോയ് ചെയ്യാണ്. എല്ലായിടത്തും വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കാതെ പല പല ജോലികളിലും മുഴുകിയിരിക്കുകയാണ്. ഈ പച്ചക്കറി മുട്ട കൊണ്ടുപോയി വന്നിട്ട് വൈകുന്നേരം സമയമുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് പച്ചക്കറി കൃഷിയിൽ ഏർപ്പെടും. എല്ലാം ഞാൻ വിളയിച്ചെടുക്കും, നമുക്ക് ആവശ്യത്തിനും വിൽക്കാനുള്ളതും. ഇപ്പോൾ അയൽവാസികളും എന്നോട് പറഞ്ഞവരെല്ലാം ഇപ്പോൾ എന്നെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടാ, എനിക്ക് ഇത്ര കഴിവുണ്ടെന്നും വിചാരിച്ചിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണത്. നമുക്ക് സമയം നല്ലപോലെ പോകുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ല. മക്കളെ കാര്യം നോക്കണം, കോഴിയുടെ കാര്യം നോക്കണം, കാടക്കോഴീനെ നോക്കണം. ഇപ്പോൾ ഭർത്താവ് എന്നെ സഹായിക്കും, മക്കളും സഹായിക്കും, എല്ലാവരും കൂടി നമുക്കൊരു ദിവസം എത്ര വേഗം പോയി കിട്ടുന്നുണ്ട് ഒരു ദിവസം. അതായത് ഇപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ സമയമില്ലാതിരിക്കുന്നു. ആകെ 2 ദിവസമേ ലീവ് എനിക്കുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാൻ മുട്ടയും കൊണ്ട് പോകലാണ് പണി. ഇന്ന് ശ്രീലതയുടെ ഫാം ഒരു സമ്മിശ്ര കൃഷിയിടമാണെന്ന് പറയാം. 3000-ഓളം കാടക്കോഴികൾ, മുട്ടക്കോഴികളോടൊപ്പം കരിങ്കോഴികൾ, അലങ്കാര കോഴികൾ, വീട്ടുപറമ്പിലെ നീരൊഴുക്കിൽ നീന്തി തുടിക്കുന്ന താറാവുകൾ, അസോള കൃഷി, മട്ടുപ്പാവിൽ വളരുന്ന നിത്യവഴുതിനയടക്കമുള്ള പച്ചക്കറി തൈകൾ എല്ലാം ചേർന്നപ്പോൾ സമ്മിശ്ര കൃഷിയിടമായി. മുട്ടക്കോഴികളെയും ഇറച്ചിക്കോഴികളെയും പോലെ രോഗങ്ങൾ അധികമൊന്നും ബാധിക്കാത്തവയാണ് കാടക്കോഴികൾ. വളർത്താൻ എളുപ്പമാണ്. ചെറിയ സ്ഥലത്ത് കൂടുതൽ എണ്ണത്തെ വളർത്താം. ഇപ്പോൾ കാടമുട്ടയ്ക്ക് ആവശ്യക്കാരും വർദ്ധിച്ചു. ഇതെല്ലാം കാടവളർത്തൽ വിജയകരമാക്കുന്നതിന്റെ മുഖ്യ ഘടകങ്ങളാണ്. കാടവളർത്തൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ പലരും ശ്രീലതയുടെ കാടഫാം സന്ദർശിച്ച് കാടയെക്കുറിച്ചും ഫാം ക്രമീകരണത്തെക്കുറിച്ചും പഠിക്കാറുണ്ട്. കാടവളർത്തലിനെക്കുറിച്ച് പഠിക്കാൻ വരുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ ഇവർക്ക് സന്തോഷമേയുള്ളൂ. അതുകൊണ്ട് കാടവളർത്തലിനെക്കുറിച്ച് പഠിക്കാൻ വരുന്നവരെ നിരാശപ്പെടുത്താറില്ല. എന്ന് മാത്രമല്ല, വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. കൂടുതൽ കാടക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള പദ്ധതിയുമുണ്ട്. പുതിയൊരു തൊഴിൽ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും കണ്ടുപഠിക്കാം ശ്രീലതയുടെ അധ്വാന മഹത്വവും വിജയകഥയും.